നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പാലക്കാട് പാതയിലെ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ഇനി ചരിത്രത്തിന്റെ ഭാഗമാകുന്നു. പുതിയ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ റെയിൽവേ ഗേറ്റിലൂടെയുള്ള വാഹനയാത്ര പൂർണ്ണമായും നിർത്തലാക്കി. പട്ടാമ്പി പാലക്കാട് പാതയിലെ ഓങ്ങല്ലൂർ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ഇനി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. വാടാനംകുറിശിയിൽ പുതിയ മേൽപ്പാലം വന്നതോടെ റെയിൽവേ ഗേറ്റ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഒരു നാടിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ ഈ റെയിൽവേ ഗേറ്റിലൂടെയുള്ള വാഹനയാത്ര ഇനി ഓർമ്മകളിലേക്ക് നീങ്ങുകയാണ്. നിലമ്പൂർ ഷൊർണൂർ പാതയിലെ വാടാനംകുറിശി റെയിൽവേ ഗേറ്റിലൂടെയാണ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിലൂടെയുള്ള വാഹനങ്ങൾ കടന്നു പോയിരുന്നത്. ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഗേറ്റ് അടച്ചിടുന്നതും നിരവധി തവണകളായി മാറി. ഇതോടെ ഈ പാതയിലൂടെയുള്ള യാത്രയും വലിയ ദുരിതത്തിലാവുകയായിരുന്നു. ഇതിന് പരിഹാരമായാണ് വാടാനംകുറിശിയിൽ റെയിൽവേ മേൽപ്പാലം എന്ന ആവശ്യം ഉയർന്നത്. ഇത് യാഥാർത്ഥ്യമായതോടെയാണ് ഇപ്പോൾ റെയിൽവേ ഗേറ്റിലൂടെയുള്ള വാഹനയാത്ര നിർത്തലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമാണ്. പക്ഷേ റെയിൽവേക്കാർ അവരുടേതായിട്ടുള്ള നിയമ നടപടി എടുക്കാതിരിക്കില്ലല്ലോ. അവർക്ക് അവരുടേതായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ റെയിൽവേ. പൊതുജനങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെയൊക്കെ പരിഹാരമായിട്ടാണ് ചെയ്തത്. ചെയ്യേണ്ട കാലഘട്ടം വളരെ ദീർഘിച്ചു പോയി. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ജനങ്ങൾ. ഒരുപാട് 5-6 വർഷമായി തുടങ്ങിയിട്ട്. അതുവരെ കുറച്ചു നേരം നമ്മുടെ ഗേറ്റ് അടച്ചാൽ തന്നെ ജനങ്ങൾ ആകെ വണ്ടികളൊക്കെ ആകെ ബ്ലോക്ക് ആവുന്നതാണ്. ഗേറ്റ് ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന 7 വയസ്സ്, ഒരു 75 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും റെയിൽവേ ലൈൻ കിട്ടുന്നതേ. എനിക്ക് 6-7 വയസ്സായ സമയത്താണ് ഈ ലൈനിട്ട് പോയത്. ആദ്യത്തിനെടുത്തിട്ട് അത് ഇരുമ്പിന്റെ ക്ഷാമം വന്നപ്പോൾ പൊളിച്ചെടുത്തതാണ് അത്രേ. പിന്നെ രണ്ടാമത് ഞാൻ 7 വയസ്സായ ഒരു കാലത്താണ് ഇതിനെ ലൈന് രണ്ടാമതിട്ട് പോയത്. അതിനുശേഷമാണ് ഞാൻ 3 ട്രെയിനെ ഓടിയിരുന്നത്. എൻ്റെ ട്രെയിൻ പാലക്കാട് ഗുരുവായൂർ പാത വിവിധ സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന റോഡായതോടെ ഈ പാതയിൽ വാഹനത്തിരക്ക് ഏറുകയായിരുന്നു. വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ പ്രധാന തലവേദനയായി മാറുകയും ചെയ്തു. പുതിയ മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് ആളൊഴിഞ്ഞ പുരപ്പറമ്പിന് സമാനമായിരിക്കുകയാണ്. ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഓട്ടോ സ്റ്റാൻഡുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഗേറ്റിന്റെ സ്ഥാനത്ത് കോൺക്രീറ്റ് കില്ലുകൾ സ്ഥാപിക്കുവാനുള്ള നടപടികളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് എന്ന സ്ഥലം ഇനി ചരിത്ര താളുകളിലേക്ക് മാറുകയായി. പട്ടിത്തറ കോട്ടപ്പാടം ഹെൽത്ത് സെന്ററിൽ കുടിവെള്ള സൗകര്യത്തിന് സമീപം മാലിന്യം കണ്ടെത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത് അധികൃതർ രംഗത്ത്. മാലിന്യം സൂക്ഷിച്ചതിന് സമീപത്തെ വാട്ടർ പ്യൂരിഫയർ ഉപയോഗശൂന്യമായതെന്നും ഇതിന് സമീപം കണ്ടെത്തിയ മാലിന്യ ചാക്കുകൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകാൻ വെച്ചതാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഹെൽത്ത് സെന്ററിൽ വാട്ടർ ATM കുടിവെള്ള സംവിധാനം ഉണ്ടെന്നും ഇവിടെ ഇത്തരത്തിൽ മാലിന്യങ്ങളൊന്നുമില്ലെന്നും പ്രചരിച്ച ദൃശ്യങ്ങൾ ദുരുദ്ദേശപരമാണെന്നും അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ധനവില വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധം. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പട്ടാമ്പി മേഖലയിലും പ്രതിഷേധം നടന്നു. ഇന്ധനവില വർധനവിനെതിരെയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പട്ടാമ്പിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പുകൾക്ക് മുന്നിലായിരുന്നു ധർണയും സമരവും നടത്തിയത്. പട്ടാമ്പിയിൽ നടന്ന ധർണ DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 3-4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നീങ്ങിയതോടുകൂടി തന്നെ നമ്മുടെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ച പോലെ തന്നെ മോദി സർക്കാർ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കയറ്റിയിരിക്കുകയാണ്. പാചകവാതകത്തിന് 1000-ഓളം രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണ്. ഇനിയും വർദ്ധിപ്പിക്കുമെന്നുള്ള രൂപത്തിലാണ് ആ സർക്കാർ നിൽക്കുന്നത്. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചാൽ അത് കാർ ഓടിക്കുന്നവരെ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ജീവിതം തന്നെ താളം തെറ്റുന്ന അവസ്ഥയാണ് ഉള്ളത്. അടിയന്തരമായി അത് പിൻവലിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ്
ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഇവിടെ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ പെട്രോളിന് 1-2 രൂപ കൂട്ടിയാൽ ബസ് സമരമടക്കം ഈ റോഡ് തടയലടക്കമുള്ള സമരമാർഗങ്ങൾ CPM-ഉം BJP-യും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അവരൊന്നും അതിനെതിരെ മുണ്ടാത്ത അവസ്ഥയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ ഇ ടി ഉമ്മർ, കെ നാരായണസ്വാമി, ജിതേഷ് മഴുക്കുന്നം, ഉമ്മർ കീഴായൂർ, സേദ് കോടനാട്, കെ ദാവൂദ് ഹാജി, കെ വി കബീർ, ഇ പി യൂസഫ്, അഷ്റഫ് കൊൽക്കോട്രി, കെ ബഷീർ, CP ബാബു, UA ലത്തീഫ്, TT സലീം, കെ മാളുക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന സ്പോർട്സ് മീറ്റിൽ വിജയവർക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫെബ്രുവരി 10 മുതൽ മാർച്ച് 25 വരെ 3 ഘട്ടങ്ങളായി നടത്തിയ സംസ്ഥാന സ്പോർട്സ് മീറ്റിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് വിതരണം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ വിദ്യാർത്ഥിയുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ ആ പഠനത്തിന് അംഗീകാരമായി അവർക്ക് സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്ന തരത്തിലേക്ക് മാറേണ്ടതുണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി ഉള്ള എന്നാൽ ലേണർ സെൻട്രിക് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പാതി വഴിയിൽ അവസാനിച്ചവരുണ്ട്. ഇനി എങ്ങനെ പഠിക്കും, എങ്ങനെ തുടരും, എങ്ങനെ തുടങ്ങും എന്നൊക്കെ കരുതി ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകൾക്ക് ചിറകുകൾ മുളപ്പിക്കാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വീട്ടമ്മമാരായവരുണ്ട്, അതിൽ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചവർ മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല ഓഫീസുകളിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിൽ മറ്റു പലരും ചിലപ്പോ പാതി വഴിയിൽ ഉപേക്ഷിച്ച അതാണെങ്കിലും മറ്റു കൂലിപ്പണി എടുക്കുന്ന ആളുകളായിരിക്കാം. അവർക്കും തിരിച്ച് പഠിച്ച് മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇങ്ങനെ പുതിയ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ, അത് കലാ കായിക മേഖലകളിലുള്ള കഴിവുകൾ, ആ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒരു വേദി ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്ക് ഒരുക്കേണ്ടതുണ്ട്. ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തൊട്ടൻ മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് ജി സുഗുണൻ, പ്രൊഫസർ VP ജഗതിരാജ്, അഡ്വക്കേറ്റ് VP പ്രശാന്ത്, P ഹരിദാസ്, ഡോക്ടർ റെന്നി സെബാസ്റ്റ്യൻ, പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് ബാബു, പ്രൊഫസർ MR രശ്മി, പ്രൊഫസർ ഡോക്ടർ ജോജോ മോൻ, ഡോക്ടർ KP രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നീന്തൽ, വോളിബോൾ, അത്ലറ്റിക്സ്, ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ റീജിയണൽ സെന്ററിനുള്ള ട്രോഫിക്ക് പട്ടാമ്പി പ്രാദേശിക കേന്ദ്രം അർഹത നേടി. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ലേണേഴ്സ് സ്പോർട്സ് സെന്ററുകൾക്കുള്ള ട്രോഫിയിൽ പട്ടാമ്പി SNGS 1ാം സ്ഥാനവും എറണാകുളം മഹാരാജാസ് കോളേജ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അത്ലറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററിനുള്ള ട്രോഫി എറണാകുളം മഹാരാജാസ് കോളേജ് കരസ്ഥമാക്കി. പട്ടാമ്പിക്കാണ് 2ാം സ്ഥാനം. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, നമ്മളെ മാത്രമേ ഉള്ളൂ ഇതുപോലെ സ്പോർട്സ് മീറ്റിംഗ്, കൾച്ചറൽ മീറ്റിംഗ്, മറ്റേ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടത്തുന്നത്. അതായത് റെഗുലർ സ്റ്റുഡൻസിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുക. കാര്യം പണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതുപോലെ സ്റ്റേജ് കിട്ടിയെങ്കിൽ എൻ്റെ കായിക കഴിവുകൾ ഷോക്കേസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ സ്വപ്നം കണ്ടവർക്ക് ഒരു അവസരം തരിക മാത്രമാണ് നമ്മൾ ചെയ്തത്. പ്രൈസ് നിങ്ങൾ വറി ചെയ്യേണ്ട, പ്രൈസ് അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിന് വേണ്ടിയൊന്നും അല്ലേ നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കൂട്ടായ്മ, ഒരു എൻജോയ്മെന്റ്, ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പിന്നിത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴാണ് ഇതിന്റെ എല്ലാം നിങ്ങൾ ഓർക്കുന്നത്. കോതച്ചിറ അരുണോദയം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കൂട്ടം ബാലവേദിയുടെ അവധിക്കാല ക്യാമ്പ് അരുണോദയം PSN ഹാളിൽ നടന്നു. സാഹിത്യകാരൻ പ്രദീപ് പേർശന്നൂർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PK മനോജ് അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാധരൻ, സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് തമ്പി കൊള്ളനൂർ, സെക്രട്ടറി സ്വാതി വേണുഗോപാൽ, S ബിജുറാം, വിനീത ബിനോജ്, പ്രിയ ശങ്കർ, VR രമേശ്, K മനോഹരൻ, S ബിനോജ്, O മുരളീധരൻ, KN ശശികുമാർ എന്നിവർ സംസാരിച്ചു. 100ാം വാർഷികാഘോഷത്തിന്റെ നിറവിലേക്ക് ചുവടുവെച്ച് ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി
ജനകീയ പിന്തുണയോടെ സ്കൂളിൽ മുറ്റം കട്ടവിരിക്കൽ പണികൾക്ക് തുടക്കമായി. ഗ്രാമവാസികൾ, വ്യാപാരികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ ബാലകൃഷ്ണൻ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് നൽകിയിരുന്ന ഓഡിറ്റോറിയം കാലപ്പഴക്കത്തെ തുടർന്ന് അപകടാവസ്ഥയിലായതിനാൽ പഞ്ചായത്ത് അനുമതിയോടെ അത് പൊളിച്ചുമാറ്റിയാണ് പുതിയ സ്കൂൾ മുറ്റം ഒരുക്കുന്നത്. ഏകദേശം 3000 ചതുരശ്രടി സ്ഥലത്താണ് കട്ടവിരിക്കൽ നടക്കുന്നത്. മുൻപ് സ്കൂളിന് പുതിയ കെട്ടിടത്തിന് തുക അനുവദിച്ചപ്പോൾ സ്ഥലപരിമിതി വലിയ വെല്ലുവിളിയായി മാറിയിരുന്നു. തുടർന്ന് സ്കൂളിനെ സ്നേഹിക്കുന്ന നാട്ടുകാരിൽ നിന്നും ഏകദേശം 20 ലക്ഷം രൂപ സമാഹരിച്ച് ആവശ്യമായ 7 സെന്റ് സ്ഥലം സ്വന്തമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 1,20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 2 നില കെട്ടിടം ഫെബ്രുവരി 10 മന്ത്രി MP രാജേഷ് സ്കൂളിന് സമർപ്പിച്ചിരുന്നു. 470ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഇ ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, വൈസ് പ്രസിഡന്റ് അനീഷ് തോലത്ത്, KK മുരളി, ഷർഫു, മുത്തു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ചാലിശ്ശേരി ഗ്രാമത്തിന് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ ഗവൺമെൻറ് LP സ്കൂൾ ചാലിശ്ശേരി അതിൻ്റെ 100ാം വാർഷികം പിന്നിടുകയാണ്. നിരവധി പ്രവർത്തനങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ ജനുവരിയിൽ 100ാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തത്. പണ്ട് PTA നിർമ്മിച്ച് നൽകിയ ഒരു ഓഡിറ്റോറിയം അത് വളരെ പ്രയാസമായിരുന്നു. കാരണം ദ്രവിച്ച് ഷീറ്റെല്ലാം താഴേക്ക് ഒഴുകിയായിരുന്നു. അത് പഞ്ചായത്തിൻ്റെ പെർമിഷനോടുകൂടി പൊളിച്ചു മാറ്റിയപ്പോൾ അത്രയും പ്രദേശത്ത് ഏതാണ്ട് 3000 സ്ക്വയർ ഫീറ്റ് കട്ട വിരിക്കേണ്ടി വന്നു. ഈ ഓപ്പണിങ്ങോടുകൂടി കട്ട വിരിച്ചില്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ അവിടെ വഴുക്കി വീഴാനും അപകടം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവരായ നാട്ടുകാർ അവിടെ കട്ട വിരിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം തന്നിരിക്കുകയാണ്. 20 ലക്ഷം രൂപ കളക്ട് ചെയ്ത് 7 സെന്റ് സ്ഥലം വാങ്ങിച്ച് നൽകിയ ആ സ്ഥലത്താണ് ഇന്ന് വലിയ ബിൽഡിംഗ് നിൽക്കുന്നത്. അതേറെ അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. അതിന് പ്രത്യേകം നന്ദി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 1ാമത് ജൂനിയർ വോളിബോൾ ടൂർണമെന്റിൽ വോളി ക്ലബ്ബ് മമ്പാട് ജേതാക്കളായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടത്തിയ ടൂർണമെന്റിൽ 8ഓളം ടീമുകൾ പങ്കെടുത്തു. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 2 സെറ്റുകൾക്ക് GCC ചാലിശ്ശേരിയെ പരാജയപ്പെടുത്തിയാണ് വോളി ക്ലബ്ബ് മമ്പാട് കിരീടം നേടിയത്. ഗ്രാമത്തിന്റെ കായിക മേഖലയിൽ പുതുതലമുറയിലെ താരങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രോത്സാഹനം നൽകുന്ന വേദിയായി ടൂർണമെന്റ് മാറി. വിജയികൾക്ക് GCC ക്ലബ്ബ് സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറക്കൽ, എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ, വോളിബോൾ കോച്ച് നാസർ പാറമേൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.